അതെന്റെ പെണ്ണിനെ കുറിച്ചാ, എന്റെ പൂജയെക്കുറിച്ച്. എന്റെ അമ്മോ, എന്തൊരു സാഹിത്യത്! ഞാൻ ഇത്ര ഒന്നും താങ്ങില്ല കേട്ടോ. അല്ലടോ, ഞാൻ വെറുതെ പറഞ്ഞല്ല. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാനിത് പറയാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. പണ്ട് ഏതേതോ ജന്മങ്ങളിൽ ഏതേതോ കരകളിൽ നീയും ഞാനും അന്നും പ്രണയികളായ കാലത്ത്. ഇത് നല്ല വട്ട് തന്നെ. ചെക്കൻ ഏതൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചു വെച്ചിട്ടിരുന്ന് കാച്ചുന്നുണ്ടില്ലേ? താൻ എന്താടോ ഇങ്ങനെ? ആ, എനിക്കറിയില്ല. നീലക്കണ്ണുള്ള മാനേ, നീ എനിക്കുള്ളതാണേ. നീലക്കണ്ണുള്ള മാനേ, നിനക്കിണക്കിളി ഞാനേ. ഈ ജന്മം മുഴുവനും ഞാനിങ്ങനെ നോക്കിയിരുന്നോട്ടെ. യാത്രയിൽ അപ്പോ അടുത്ത ജന്മത്തിലോ? അന്നും ഇതുപോലെ നോക്കിയിരിക്കും. മുതശ്ശി പോലെ വേണ്ട, ഞാൻ പിന്നെ വന്നോളാം. അയ്യോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ നല്ല ദത്തം പറയുന്നത്. എന്ത്? ഈ വാതില് കണ്ടുപിടിച്ചിരിക്കുന്നത് അടച്ചിടാൻ കൂടിയാ. എന്റെ ആദികുട്ട, നീ ഈ കാണിക്കുന്ന അക്രമത്തിനൊക്കെ അനുഭവിക്കുന്നതേ നിന്റെ അളിയനാ. അയാൾക്കിപ്പോ ഊണുമില്ല, ഉറക്കവും ഇല്ല. പോലീസ് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അയാളെ ഇട്ട് പെടാപ്പാട് പെടുത്തുക. അതെ, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അല്ല മുത്തശ്ശി, അത് പ്രേമിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാ. പക്ഷെ അതിനൊക്കെ ഒരു നേരോ കാലോ രഹസ്യ സ്വഭാവമൊക്കെ വേണ്ടേ? ഇനി ഇത് ആവർത്തിക്കില്ല. പോരെ? പോരാ.